ഹലോ ഗൈസ്, വെൽക്കം ടു അബി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയതായിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. അത് മാത്രമല്ല പുതിയൊരു വീഡിയോയും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് ഓൾറെഡി നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, അത് ഈ കൊറോണ ടൈമിലായിരുന്നു. പിന്നെ അത് എന്തൊക്കെ ആവശ്യം കാരണം എനിക്ക് തന്നെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് അതൊക്കെ വിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഒരു 80 അറൗണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് നോക്കിയില്ല. പുതിയതായിട്ട് തന്നെ ഒരു ചാനൽ തുടങ്ങി, 0 1 സ്റ്റാർട്ടിങ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ആലോചിച്ചു എന്തെങ്കിലും കണ്ടന്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയാണ് എനിക്ക് ഒരു അക്വേറിയം സെറ്റ് ഉണ്ടായിരുന്നു. അതും ഈ കൊറോണ സമയത്ത് തന്നെ. പക്ഷെ അത് പിന്നീട് ആരും നോക്കാനൊന്നും ഇല്ലാതെ അങ്ങ് വിട്ടുപോയി. അപ്പോഴേ അതിനെ നമ്മൾ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്ത് എടുത്താലോ എന്ന് ഒരാലോചന വന്നു. അപ്പം ചെയ്തു തുടങ്ങാൻ വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇവിടെയാണ് നമ്മളത് ചെയ്യാൻ പോണത്. നിങ്ങൾക്ക് ഇത് കണ്ടതെന്ന് വെച്ചാൽ പഴയ ഒരു തൊഴുത്താണ് ഈ സാധനം. അപ്പോൾ ആ തൊഴുത്ത് എന്തോ ആയിരുന്നു, എനിക്കും വലിയ പിടുത്തമില്ല. എൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലത്ത് എന്തോ ഉള്ള സാധനം. അപ്പോൾ ഇതിന് ഇവിടെ തന്നെയാണ് നമ്മൾ നേരത്തെ ആ കുറേ ഒരു സെറ്റ് പോലെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എത്ര പേര് കാണുമെന്ന് പറഞ്ഞിടാ. കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഞാൻ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പം ഇത് അക്വേറിയത്തിൻ്റെ ഒരു എനിക്കും കറക്റ്റായിട്ട് അറിയാം, വെർട്ടിക്കൽ അക്വേറിയം അങ്ങനെ എന്താ പറഞ്ഞ സാധനമായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പം വേസ്റ്റ് എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഇതെല്ലാം ക്ലീൻ ചെയ്യണം, അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. ഇത് ഒരു ടാങ്ക്, അവിടെ നമ്മൾ ഫൈറ്ററിനെ വളർത്തിയിരുന്ന ടാങ്കുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ഫുൾ അഴുക്കായിട്ട് കിടക്കുകയാണ്. ഇതെല്ലാം അതിന് പ്രത്യേകം സെറ്റാക്കണം. ആക്ച്വലി ഇവിടെ ഫുള്ളായിട്ട് നമുക്ക് ഇതുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതെല്ലാം കുറേ ചത്തുപോയി, കുറേ കൊടുത്ത് അങ്ങനെയൊക്കെ. പിന്നെ ഈ സാധനം ഇത് മറ്റേ കോർപ്പറേഷനിൽ കൊടുക്കാൻ വെച്ചിരിക്കുന്ന വേസ്റ്റാണ്, അതെടുത്ത് മാറ്റണം നമുക്ക്. ഇപ്പോൾ നമ്മൾ കുറച്ച് മീനേ ഉള്ളൂ. കുറച്ച് മീനെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അത് അവിടെ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ നമ്മളെ ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല, നമ്മൾ ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ടാങ്കിലും കുറച്ച് മീൻ കിടക്കുന്നുണ്ട്. ഇത്രേ നമ്മളെ ഉള്ളൂ. നമ്മളിനി സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെ നമ്മൾ നേരത്തെ കാണിച്ചെടുത്ത് ബാക്കി അക്വേറിയം ബാക്കി ഇത് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ കുറേ മീൻ നമുക്ക് വാങ്ങിക്കണം. അങ്ങനെയൊക്കെ കുറേ പരിപാടികളുണ്ട്. എന്തൊരാവുമെന്നൊന്നും അറിയത്തില്ല, ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ബാക്കി നമുക്ക് ക്ലീനിങ് പരിപാടിയിലോട്ട് കിടക്കാം. അത് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഇവിടെ കിടന്ന സാധനങ്ങളെല്ലാം വാരി വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ വൃത്തിയാക്കണം. നമ്മൾ ഇവിടെ ഒരു വിധം സെറ്റാക്കി. ഇനി ഇവിടെ വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കുറച്ച് സാധനം അകത്തോട്ട് കയറ്റമുണ്ട്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇവിടുത്തെ ഒരു പണി ഒരു 50% തീർന്നെന്ന് പറയാം. അത്ര കിടപ്പുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരുവിധം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ കിടന്ന സാധനങ്ങളെല്ലാം പറക്കി വെളിയിലോട്ട് മാറ്റി കാണിച്ചു തരാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്ലീനാക്കിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ
പരിപാടി ആ മേശ അകത്ത് കൊണ്ടുവരണം. പിന്നെ ഇവിടെ നമ്മളുണ്ടായിരുന്ന ടാങ്കുകളിൽ അവിടെ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ, വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കണം ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. വ്ളോഗിൽ നമ്മൾ ഈ മീൻ എടുക്കാൻ പോകുന്നതും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിരിക്കും അടുത്ത വ്ളോഗ്. നമ്മളതിന് ഒരു വെർട്ടിക്കൽ അക്വേറിയം ഉണ്ടായിരുന്നു, കാണിച്ചുതരാം. ഈ ഒരു സാധനവും ഇതിനെയാണ് വെർട്ടിക്കൽ അക്വേറിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറേ കല്ലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പം ഇതിൻ്റെ അകത്ത് ഇനി വെള്ളം നിറച്ച് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇത് ഫൈറ്റർ ഇടാണ്ട് ഒരു ടാങ്കും കിടപ്പുണ്ട്. പിന്നെ ഇത് വേറൊരു ഫിഷ് ടാങ്ക് കിടപ്പുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ നിലവിൽ കയ്യിലുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇടേണ്ട മീനൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. അതിൻ്റെ അകത്ത് ഇടേണ്ടതും തൽക്കാലം ഇല്ല, മിക്കവാറും അടുത്ത ദിവസങ്ങളിൽ ഉറപ്പായിട്ടും അടുത്ത വ്ളോഗിൽ എന്തായാലും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു മീന് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക.